അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങളിൽ കുറച്ച് പേർക്കൊക്കെ അറിയാം, എൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ക്വാറന്റൈനിലായിരുന്നു. ഇപ്പോൾ ക്വാറന്റൈനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവരെ പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി തന്നെ അന്ന് തിരിച്ചു പോന്നു. ഇന്നിപ്പോൾ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ഒരു ദിവസം നിൽക്കാൻ വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ കാലിക്കറ്റുള്ള ബ്രദറും ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു ദിവസം നിൽക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ തന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഒരു അരമണിക്കൂർ നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉച്ചയാകുമ്പോഴത്തേക്ക് ബ്രദർ എന്നെ കൊണ്ടുവരാൻ വരും. അപ്പോഴത്തേക്കും എല്ലാ പണികളും തീർക്കണം. അപ്പോൾ എക്സസൈസ് മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ എക്സസൈസൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരകിയെടുക്കണം. അപ്പോൾ ആദ്യം പൊട്ടിച്ച തേങ്ങ അതിൻ്റെ തോടൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ, കൊപ്രയായിട്ടുണ്ട്. ഒന്ന് നല്ല തേങ്ങയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഒരപ്പവും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചമ്മന്തിയിലേക്ക് വേണ്ടിയിട്ടുള്ള വറ്റൽമുളകൊന്ന് ചുട്ടെടുക്കുകയാണ്. ഇപ്പോൾ കൊപ്ര വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അധികം ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ഇതിലേക്കൊരു സവാള ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി വേണമെങ്കിൽ എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ചമ്മന്തി റെഡി. പിന്നെ വേണ്ടവർക്ക് കുറച്ച് തലേദിവസത്തെ മീൻ കറിയും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾ കറിയും ഉണ്ടായിരുന്നു. ഷേസക്ക് ഈ ഒരു അപ്പത്തിലേക്ക് ചമ്മന്തി വലിയൊരു താല്പര്യമില്ല. ഇനി അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ ഇതാ തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു സവാളയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകം. പിന്നെ ഞാനിവിടെ 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2 കപ്പ് ഇട്ടിട്ട് ഫസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയാണ്, ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട്. അപ്പോൾ ഇതാ അത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണ്. അപ്പോൾ അതും അങ്ങനെ അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളപ്പച്ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പച്ചട്ടി ഉണ്ടല്ലോ, നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു ചട്ടിയിലും ചുട്ടെടുത്താലും മതി. അപ്പോൾ നമ്മളിവിടെ ഇതിന് നീർദോശ എന്നാണ് പറയാറ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല പോലെ ആയിരിക്കില്ലേ നീർദോശയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളിതിന് നീർദോശ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കുന്ന സീയപ്പം ഉണ്ടല്ലോ, അതിനും ചിലർ നീർദോശ എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു അപ്പം ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട് കേട്ടോ, അവിടെ ബാക്ക് ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എനിക്കും അസ്കർക്കാക്കും വേണ്ടിയിട്ട് ഒരു ഫാറ്റ് കട്ടർ ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുകയാണ്. പിന്നെ ഒരു പീസ് ഇഞ്ചിയാണ് ആവശ്യമുള്ളത്. പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസ് എടുക്കണം.
പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഇഞ്ചിയും കൂടെ ഈ ലെമണിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഹണിയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഇളം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനും അസ്കറിക്കയും കുറച്ച് ദിവസമായിട്ട് ഒരു ഡയറ്റിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡ്രിങ്കും. ഇനി 4 മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതും പിന്നെ ഒരു ഗ്ലാസ് പാലുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഉമ്മയും അസ്കറിക്കും അവിടെ പുറത്ത് ഒരു പണിക്കൊരാളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അയാൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ബാക്ക് സൈഡിൽ ക്ലീൻ ചെയ്തിട്ട് ചെറിയൊരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ പണികളാണ്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് തുടയ്ക്കണ താത്ത വരുന്ന ദിവസമായിരുന്നുണ്ട്. അപ്പോൾ അവർ തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും അസ്കരക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാണ്. അപ്പോൾ ഈ ഒരു ഡയറ്റ് എത്ര ദിവസം മുന്നോട്ട് പോകുന്നൊന്നും അറിയില്ല. എന്തായാലും കുറച്ച് ദിവസമായി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിലേക്ക് കുറച്ച് ചമ്മന്തിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കുറച്ച് ബീഫ് റെഡിയാക്കി എടുക്കണം ലഞ്ചിന് വേണ്ടിയിട്ട് ഉമ്മാക്കും ഉപ്പാക്കും ഉള്ളത്. അപ്പോൾ ഉമ്മ ബീഫൊക്കെ അവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അസ്കർക്കാൻ്റെ ബ്രദറിൻ്റെ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അസ്കർക്ക അവിടെ പണിക്കാരുടെ അടുത്തേക്ക് പോവാണ്. എന്ത് ലുക്കാത്? എന്താ ഇങ്ങനെയൊക്കെ ടവലൊക്കെ കഴുത്തിലൊക്കെ കെട്ടിട്ട് കൗബോയ്. അപ്പോൾ ബീഫ് അവിടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അതിനുശേഷം പിന്നെ ബീഫൊക്കെ വറവിട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാ ഇപ്പോൾ അവിടെ അടിപൊളിയാക്കിയിട്ട് ബീഫൊക്കെ അവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇതാ ബ്രദർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്രദറാണ് ഗൾഫിൽ നിന്ന് വന്നത്. അവരുടെ ക്വാറന്റൈനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഉപ്പ അവിടെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോവക്ക പറിച്ചു തരികയാണ് കേട്ടോ. ഷെയ്സ് കുറേ നേരമായിട്ടോ എപ്പോഴാണ് നമ്മളെ കൊണ്ടുപോകാൻ വരിക എന്നൊക്കെ ചോദിച്ചിട്ട് ഇരിക്കണു. അവന് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി.
അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ സെബീനെ അന്നത്തെ ദിവസം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഷീസിനടങ്ങിക്കട. ഉമ്മാൻ്റെ അടിപൊളി ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഡയറ്റിങ്ങിന് ഏകദേശം ഒരു തീരുമാനമായോ എന്നൊരു ഡൗട്ട്. ആഹാ, മുടിയൊക്കെ അടിപൊളിയായല്ലോ. ഇപ്പൊ ഒന്ന് പുറത്തു പോയതായിരുന്നു, ഉപ്പയും വന്നു. അപ്പോൾ ഞങ്ങൾ അസ്കർക്കാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അസ്കർക്ക് കുറച്ച് ലേറ്റ് ആവും വരാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പണിക്കാരുള്ളതുകൊണ്ട് അവിടെ പോയിട്ട് എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഉപ്പ ഐസ്ക്രീം കൊണ്ടുവന്ന് കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അസ്കർക്ക് വരാനായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും. എന്നാൽ ഫുഡൊക്കെ എടുത്തു വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലാസ്റ്റായിട്ട് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഫെമിയോടെ തൈരിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ അസ്കർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മക്കളിവിടെയൊക്കെ ബിൽഡിംഗ് ബ്ലോക്സും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കളിയിലാണ്. അപ്പോൾ എല്ലാ വർഷവും എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ദിവസങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ഇത്തവണ മാത്രം വലിയ ബ്രദറും ഫാമിലിയും ഇല്ല. കൊറോണ കാരണം തന്നെയാണ് അവർക്ക് വരാൻ പറ്റാതിരുന്നത്. വെക്കേഷനൊക്കെ അങ്ങനെ കൊറോണയൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരെ ഈ ഒരു സമയത്ത് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഈ ഒരു സ്റ്റെയറിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം കൺട്രോൾ ചെയ്തിട്ടൊക്കെയാണ് കഴിച്ചത്. എന്തായാലും ഡയറ്റിങ്ങിൻ്റെ ആ ഒരു സംഭവമൊന്നും കൈവിടാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ഓവറാക്കിയിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഡയറ്റിംഗ് എല്ലാം കൊളാക്കുന്ന മറ്റൊരു സംഭവം കൂടെ ഇതാ ഐസ്ക്രീം. എപ്പോഴൊന്നും കഴിക്കാത്തൊരു സാധനമാണ്, അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ കഴിക്കാതിരിക്കാനും വയ്യ. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഐസ്ക്രീമും കഴിച്ച് പിന്നെ ഞങ്ങളെല്ലാവരും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു മയക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഒരു ചായയൊക്കെ കുടിക്കുകയാണ്. സാത്തർ ടീ ആണ് ഇട്ടത്. അപ്പോൾ അതൊന്ന് കുടിക്കുകയാണ്. മധുരമൊന്നും ഇടാതെ ഉണ്ട് കുടിക്കുന്നത്. അവരുടെ ഡാൻസാ
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.